മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ കൂട്ടത്തല്ലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നിവീനെതിരെയാണ് എല്ലാവരും ഇപ്പോൾ ശബ്ദമുയർത്തി എത്തിയിരിക്കുന്നത്. ഓൾറെഡി കിച്ചണിൽ നിന്ന് കുറച്ചു മുമ്പ് ഒരു സംസാരമുണ്ടായിരുന്നു. അതായത് ഷാനവാസും ജിഷിനും ഒനീലും എല്ലാം ചേർന്ന് ഇവിടെ ചിലർ കട്ടെടുത്ത് തിന്നുകയാണ്. സാബുമാൻ ജയിൽ നോമിനേഷനിൽ പറഞ്ഞതുപോലെ എല്ലാവരും കട്ടെടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ കട്ടെടുക്കാം, പക്ഷേ ഇവിടെ ചിലർ എന്നും കട്ടെടുക്കുകയാണ്. അത് തെറ്റായ ഒരു കാര്യമാണ് എന്നൊരു സംസാരം നടന്നിരുന്നു. ആ സമയത്ത് ഷാനവാസം പറയുന്നുണ്ട്, നെവീനൊക്കെ ഡെയിലി കട്ടെടുത്ത് കഴിക്കുകയാണ്, ഇന്നലെ എനിക്ക് എൻ്റെ ചപ്പാത്തി ഒന്നും കിട്ടിയില്ല. ജിഷിനും അത് തന്നെ പറയുന്നു. പിന്നെ നമ്മൾ ഈ കാര്യം പറഞ്ഞാൽ നമ്മൾ തെറ്റുകാരനാകും, അതുകൊണ്ടാണ് പിന്നെ ഒന്നും മിണ്ടാത്തതെന്നൊക്കെ നമ്മുടെ ഷാനവാസും ജിഷിനുമൊക്കെ സംസാരിക്കുന്നു. ആ കാര്യം നമ്മുടെ ഒനീലിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് കഴിഞ്ഞ് ഒരു കപ്പൊക്കെ ആയിട്ട് നെവീൻ കിച്ചണിലേക്ക് വരുന്നു. അപ്പോൾ ഒനീൽ ചോദിക്കുന്നു, എന്താണോ കുടിക്കുന്നത്, എനിക്കൊരു സിപ്പ് വന്നേന്ന് പറയുന്നു. നെവീൻ കൊടുക്കുന്നു. കുടിക്കുമ്പോൾ അതിൽ കോഫി. ഉടനെ അത് പറഞ്ഞ് നമ്മുടെ ഒനീൽ പ്രശ്നമുണ്ടാക്കുന്നു. നിനക്ക് എവിടുന്ന് കോഫി പൗഡർ കിട്ടി? കിച്ചണിൽ കോഫി പൗഡർ ഇല്ലല്ലോ, എവിടുന്ന് കിട്ടി? എടുത്തുകൊണ്ട് വരാനൊക്കെ പറയുന്നു. അപ്പോൾ നെവീൻ പറയുന്നു, താൻ തന്ന കോഫി പൗഡർ തന്നെയാണ്, ഹോട്ടൽ ടാസ്ക് നടന്ന സമയത്ത് താൻ എനിക്ക് തന്നില്ലേ, ആ കോഫി പൗഡറാണെന്ന് പറഞ്ഞ് നെവീൻ തിരിച്ചു ചൂടാവുന്നു. ആ സമയത്ത് ലക്ഷ്മി നെവീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നു. അപ്പോൾ ലക്ഷ്മിക്കിട്ടും നമ്മുടെ ഒനിയിൽ കൊടുക്കുകയാണ്. കാരണം നീ അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ, നിനക്കറിയാം അവൻ്റെ കയ്യിൽ കോഫി പൗഡർ ഉണ്ടെന്ന്, എന്നിട്ട് നീ എന്തുകൊണ്ട് പറഞ്ഞില്ലെന്നൊക്കെ ചോദിച്ച് ലക്ഷ്മിയോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ ലക്ഷ്മി പറയുന്നത്, എനിക്ക് സ്മെല്ലൊന്നും വന്നില്ല, നിങ്ങൾക്ക് കുടിച്ചു നോക്കിയപ്പോഴല്ലേ അത് കോഫിയാണെന്ന് മനസ്സിലായത്, അതുപോലെ തന്നെ എനിക്ക് സ്മെല്ലൊന്നും വന്നില്ല, അല്ലാതെ അവൻ്റെ കയ്യിൽ കോഫി പൗഡർ ഉണ്ടെന്ന് എനിക്ക് അറിയത്തുമില്ല, അവൻ കട്ടെടുത്തത് എന്നോട് പറഞ്ഞിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി കുറേ ദേഷ്യപ്പെടുന്നു. പക്ഷേ ആ സമയം ഒനീലിൻ്റെ കൂടെ അഭിലാഷും അക്ബറും എല്ലാം ഈ ഒരു പ്രശ്നം കയറി പിടിക്കുന്നു. കാരണം എല്ലാവർക്കും കിട്ടേണ്ട സാധനമാണ് ഈ കോഫി പൗഡർ എന്ന് പറഞ്ഞത്. ഈ കോഫി പൗഡറിന് വേണ്ടി മിക്കപ്പോഴും ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷേ എപ്പോഴും ജിസൈലിൻ്റെ കൂടെയാണ്, ഇത്തവണ നെവിൻ്റെ കൂടെ. ആ കാര്യം അഭിലാഷും പറയുന്നു. അഭിലാഷ് പറയുന്നത്, നീ ജിസൈലിനെ കാപ്പിക്കള്ളി എന്ന് വിളിക്കുന്നത് എന്തിനാണ്, ഇപ്പോൾ നീയും കാപ്പിക്കള്ളനല്ലേ എന്നൊക്കെ നമ്മുടെ അഭിലാഷും പറയുന്നുണ്ട്. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയുമ്പോഴേക്കും നെവീന് ദേഷ്യം വരുന്നു. അപ്പോൾ നെവീൻ പറയുന്നത്, എനിക്ക് കക്കാൻ കൂട്ടു നിന്നത് താനാടോ എന്ന് ഒനീലിനോട് പറയുന്നു. അപ്പോൾ ഒനീൽ പറയുന്നത്, ഹോൾഡ് ടാസ്കിൻ്റെ ഇടയിൽ ഞാൻ പലർക്കും പല സാധനങ്ങളും എടുത്തു കൊടുത്തിട്ടുണ്ട്, ഷുഗർ വരെ ഞാൻ എടുത്തു കൊടുത്തു, അത് നമ്മുടെ ഹൗസിലേക്കാണ്, നിൻ്റെയിൽ കാപ്പിപ്പൊടി ഞാൻ സൂക്ഷിക്കാൻ തന്നതാണ്, അല്ലാതെ കട്ടെടുത്ത് തന്നതല്ല. പിന്നെ ഞാൻ കട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും കൊടുക്കും, അല്ലാതെ ഒറ്റയ്ക്ക് തിന്നില്ല, നീയാണ് കട്ടെടുത്ത് ഒറ്റയ്ക്ക് തിന്നുന്ന വ്യക്തി. അപ്പോൾ നെവീൻ പറയുന്നത്, ഞാൻ മാത്രമല്ല കട്ടെടുത്തിരിക്കുന്നത്, ആദിലയും നൂറയും അനുമോളും എല്ലാം കട്ടെടുത്തിട്ടുണ്ട്, എങ്കിൽ അവരോടും കാപ്പിപ്പൊടി കൊണ്ടുവരാൻ പറ, എങ്കിൽ ഞാൻ എൻ്റെ കാപ്പിപ്പൊടി കൊണ്ടുവരാം. അപ്പോൾ ഒനീൽ അനുമോളെ വിളിച്ചിട്ട് പറയുന്നു, കോഫി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ അനുമോളും എടുത്തുകൊണ്ട് വരുന്നു, നെവീൻ്റെ കയ്യിൽ ഇരുന്ന് എടുത്തുകൊണ്ട് വരുന്നു. ബിന്നി അപ്പോൾ ഒനീലിനോട് പറയുന്നുണ്ട്, അനുമോള് കട്ടെടുത്തതല്ല ആ കാപ്പിപ്പൊടി, ക്യാപ്റ്റൻ എന്ന നിലയിൽ, അതായത് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാനാണ് ആ കോഫി പൗഡർ സൂക്ഷിക്കാൻ വേണ്ടി അനുമോളുടെ കൊടുത്തത്. കാരണം ഇങ്ങനെ മോഷണം നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചത്, അതുകൊണ്ട് തന്നെയാണ് ഈ 2-3 ദിവസമായി നിങ്ങൾക്ക് കോഫി ഇട്ട് തരുന്നതും. എന്നിട്ട് ബിന്നി നെവീനെ സപ്പോർട്ട് ചെയ്തും ഒനീലിനോട് സംസാരിക്കുന്നു. നമുക്ക് പണിപ്പുരയിൽ നിന്നും കിട്ടിയ കോഫി പൗഡർ അല്ല നെവീൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, അത് വേറെയാണ്. അപ്പോൾ ഒനീൽ പറയുന്നത്, വേറെ ആയിക്കോട്ടെ, പക്ഷേ ഞാൻ ഹോട്ടൽ ടാസ്കിൻ്റെ സമയത്ത് എടുത്തു കൊടുത്തതാണെങ്കിൽ അത് എല്ലാവർക്കും കൂടി ഉള്ളതാണ്, അവനെ സൂക്ഷിക്കാൻ കൊടുത്താണ്, അവൻ എന്തുകൊണ്ട് തിരിച്ച് ഇവിടെ കൊണ്ട് വെക്കുന്നില്ല, എല്ലാവർക്കും കൊടുക്കുന്നില്ല, ഒറ്റയ്ക്ക് കഴിക്കാനുള്ളതല്ലല്ലോ ഇവിടെ. ഇത് രാവിലെ ജയിൽ നോമിനേഷൻ്റെ സമയത്ത് സാബുമാൻ ഇവനെക്കുറിച്ച് പറഞ്ഞത് വ്യക്തമല്ലേ, കറക്റ്റല്ലേ? ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ ബഹളങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അക്ബറുമായിട്ട് നമ്മുടെ നെവീൻ വഴക്കുണ്ടാക്കുന്നു. അക്ബർ എന്നിട്ട് നെവീനോട് പറയുന്നത്, കക്കുന്നത് ഒരു നല്ല കാര്യമല്ല, നീ അത് ശീലിച്ചത് കൊണ്ടാന്നൊക്കെ പറയുമ്പോൾ നെവീൻ തിരിച്ചും പറയുന്നു, ഇവിടെ എല്ലാവരും കക്കുന്നുണ്ടെങ്കിൽ കക്കുന്നതിൽ ഏറ്റവും കൂടുതൽ തിന്നുന്നത് താനാടോ, കക്കുന്നത് തെറ്റാണെങ്കിൽ കക്കുന്നത് തിന്നുന്നതും തെറ്റാണെന്നൊക്കെ പറഞ്ഞ് നെവീൻ അക്ബറുമായിട്ട് ബഹളം വെക്കുന്നു. എന്തായാലും ഇത് നെവീൻ്റെ ഭാഗത്തുള്ള തെറ്റായതുകൊണ്ട് തന്നെ എല്ലാവരും നെവീനെതിരെയാണ്. ഈ കാര്യത്തിന് പലതവണയും നെവീനെ വാൺ ചെയ്തതാണ്. നെവീനും അത് തന്നെ പറയുന്നു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ പറ, ജയിലിൽ പോകണോ? ജയിലിൽ പോകാം, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നു. എന്നിട്ട് നെവീൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇനിയും കക്കും, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോ. ഇതിനിടയിൽ നെവീൻ സൂക്ഷിച്ചു വെച്ച കാപ്പിപ്പൊടി തീർന്നു പോയിട്ട് ബിന്നി സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി അനുമോളുടെ കൊടുത്ത ആ കോഫി പൗഡറിൽ നിന്നും നെവീൻ കട്ടെടുത്തു. അതും നെവീൻ ഇപ്പോൾ പബ്ലിക്കായി കിച്ചണിൽ വെച്ച് പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ നെവീൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്.
ടാസ്കിന് കൊണ്ടുവന്ന ജ്യൂസും ഷുഗറും വരെ എടുത്ത് കഴിച്ച വ്യക്തിയാണ് നെവിൻ. അവിടെ മിക്കവരും മോഷണം നടത്തുന്നുണ്ട്, ഇല്ല എന്നൊന്നുമല്ല. അതിൽ കുറച്ച് കൂടുതലാണ് നെവീനും ജിസയിലും. പക്ഷേ 2-3 ദിവസമായിട്ട്, അതായത് ഈ ഒരാഴ്ചയായിട്ട് ജിസയിൽ വലിയ മോഷണമൊന്നും നടത്തിയിട്ടില്ല. ചിലപ്പോൾ അത് ബിന്നിയുടെ മിടുക്കാവാം. ആരെയും കിച്ചണിൽ കയറ്റാതെയും സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചും കുറച്ച് നല്ല രീതിയിലാണ് ഈ ഒരു വീക്ക് ബിന്നി കിച്ചൺ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ നെവീൻ്റെ കാര്യത്തിൽ ബിന്നിയും ഒരു ഫേവറിസം ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിലും ബിന്നി നെവീനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഒനീലിനോട് സംസാരിച്ചത്. അതായത് ഇത് ഹോട്ടൽ ടാസ്കിൽ മാറ്റിവെച്ച കോഫി പൗഡറാണ്, അല്ലാതെ പണിപ്പുരയിൽ നിന്നും കിട്ടിയതല്ല എന്നൊക്കെ പറയുന്നു. പിന്നീട് ഈ പ്രശ്നം കുറച്ച് വലുതാകുന്നു. കാരണം നമ്മുടെ അക്ബറും അഭിലാഷൊക്കെ കയറി പിടിക്കുമ്പോൾ ബിന്നി നൈസായിട്ട് സ്കൂട്ടാവുന്നുണ്ട്. എന്നിട്ട് സോഫയിൽ പോയി ആര്യനോട് സംസാരിച്ചിരിക്കുകയാണ്. ഈ തവണ കിച്ചൺ ടീമിലുള്ളവരും കുറച്ച് ഫേവറിസമൊക്കെ നെവീനോട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് നെവീൻ ഇത്രയും മോഷണം ഈ വീക്ക് നടത്തിയത്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.